ഓക്കെ, നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് പോകാം. നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട അന്തരീക്ഷം അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ പാളികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, അന്തരീക്ഷത്തെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അതുപോലെ തന്നെ എക്സോസ്ഫിയർ ഇങ്ങനെ തരംതിരിക്കാം. ഇത് പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയറാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യർ, ജീവജാലങ്ങളെല്ലാം കാണപ്പെടുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയറാണ്. അതുപോലെ തന്നെ ഭൂവൽക്കത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറാണ്. ഈ അന്തരീക്ഷത്തിലെ വാതകങ്ങളിൽ 75% എവിടെയാണ് എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിലാണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവജാലങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ജീവജാലങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയറാണ്. അപ്പോൾ ജീവജാലങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ജലത്തിൻ്റെ സാന്നിധ്യമുള്ള മണ്ഡലം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ VO പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? ഈ കാറ്റ്, മഴ, അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയറാണ്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് ചോദിച്ചാൽ എന്താണ്? ട്രോപ്പോസ്ഫിയറാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള സ്ഥലമുണ്ട്. വേർതിരിക്കുന്ന അതിർത്തി രേഖ വിളിക്കുന്ന പേരാണ് ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നത്. ട്രോപ്പോപാസ്. അപ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പോവുകയാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ താപനില കുറയുന്നു. എത്ര മീറ്റർ ഉയരം കൂടുമ്പോഴാണെന്ന് ചോദിച്ചാൽ 165 മീറ്റർ ഉയരം കൂടുമ്പോൾ താപനില 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രമമായ താപ നഷ്ടനിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാബ്സ് റേറ്റ് എന്ന് വിളിക്കുക. അപ്പം ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ താപനില കുറയുന്നു. എത്ര മീറ്റർ ഉയരം കൂടുമ്പോഴാണ്? 165 മീറ്റർ ഉയരം കൂടുമ്പോൾ താപനില 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിനെയാണ്. എന്താണ് മാനവരാശിയുടെ ഭവനം എന്ന് അറിയപ്പെടുന്നത്? ട്രോപ്പോസ്ഫിയറിനെയാണ്. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. കഴിഞ്ഞ VO പരീക്ഷയ്ക്ക് ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ടും സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ടും എല്ലാം ചോദ്യങ്ങളുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്: ട്രോപ്പോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ എന്താണ്? സ്ട്രാറ്റോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റോസ്ഫിയറിൽ. എന്നാൽ സ്ട്രാറ്റോസ്ഫിയർ ഉയരം കൂടുമ്പോൾ താപനില എന്ത് ചെയ്യുന്നു? കൂടുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ താപനില കൂടുന്നു. പക്ഷേ ട്രോപ്പോസ്ഫിയറിൽ അങ്ങനെയല്ലായിരുന്നു. ഉയരം കൂടുമ്പോൾ താപനില കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം: വായുവിൻ്റെ സാന്നിധ്യം ഏറ്റവും കുറഞ്ഞ ഭാഗം. വായു എന്ന് പറയുന്ന സംഭവം അവിടെ കുറവാണ്. വായുവിൻ്റെ സാന്നിധ്യം ഏറ്റവും കുറവാണ്. വായു പാളികളായിട്ട് ചെയ്യുന്ന മേഖലയെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറാണ്. അതുപോലെ തന്നെ പൊടിപടലങ്ങളൊന്നും ഇല്ലാത്ത പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറാണ്. അപ്പോൾ വായു പാളികളായിട്ട് കാണപ്പെടും. നമുക്കറിയാം, ഈ ഓസോൺ എന്ന് പറയുന്നൊരു വാതകമുണ്ട്. അത് മുകളിലേക്ക് പോകുമ്പോൾ, അന്തരീക്ഷത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ വാതകങ്ങളൊക്കെ പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം വിമാനങ്ങളുടെ സഞ്ചാരം എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറാണ്. ഓക്കെ, നമുക്കിനി വേണ്ട ഈ ഓസോൺ എന്ന് പറയുന്ന ഒരു മേഖല നമുക്ക് ഒരിക്കലും വിട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ VO പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചു. സ്ട്രാറ്റോസ്ഫിയറാണ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അതൊരു അന്തരീക്ഷ പാളിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ പാളികളുടെ ഗണത്തിൽ പെടുന്നതല്ല. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ്. ഭൂവൽക്കത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 25 മുതൽ 30 കിലോമീറ്റർ ദൂരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഓസോൺ നമുക്കറിയാം, ഓസോൺ എന്ന് പറഞ്ഞാൽ O3 എന്നാണ്. എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഓസോൺ എന്ന് PSCയുടെ ഒരു ചോദ്യമാണ്. അത് ചോദിച്ച ചോദ്യമാണ്. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ പാളി കണ്ടെത്തുന്നത് ഇവിടെ ഓസോൺ പാളി കണ്ടെത്തത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബോയ്സണുമാണെന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം,
ഓസോൺ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 ഓസോൺ ദിനം എന്ന് പറയുന്നത് എന്നാണ് സെപ്റ്റംബർ 16. നമുക്കറിയാം ഈ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഓസോണാണ്. നമുക്കറിയാം ഓസോണിന് ഹോള് വീണ് എവിടെയാണെന്ന് ചോദിച്ചാൽ അന്റാർട്ടിക്കയിലെ ഹാലി ബേ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് ഓസോണിന് ഹോള് വീണു അല്ലേ. അപ്പോൾ ഈ ഹോള് വീണ് കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു, അതാണ് മോൺട്രിയൽ ഉടമ്പടി. അപ്പോൾ ഓസോണിനെ സംരക്ഷിക്കുവാൻ വേണ്ടി നിലവിൽ വന്ന ഉടമ്പടിയുടെ പേരാണ് മോൺട്രിയൽ ഉടമ്പടി. ഏതാണ്? മോൺട്രിയൽ ഉടമ്പടി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓസോൺ ദിനം എന്നായിട്ട് ആചരിക്കുന്നത്, സെപ്റ്റംബർ 16 ആയിട്ട് ആചരിക്കുന്നത് ഓസോൺ ദിനം. അപ്പോൾ സൂര്യനിൽ വരുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഓസോണാണ്. എന്നാൽ അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ തീവ്രമായിട്ട് ഒരുപാട് ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സൺബേൺ അല്ലെങ്കിൽ സൂര്യാഘാതം ഉണ്ടാവാൻ കാരണമാകും. നമുക്കറിയാം നമ്മുടെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമ്മുടെ സ്കിന്നിനടിയിലുള്ള കൊഴുപ്പിനെ, എന്തിനാണ് നമ്മുടെ സ്കിന്നിനടിയിലുള്ള കൊഴുപ്പിനെ, ഫാറ്റിനെ എന്താക്കി മാറ്റുന്നു? വിറ്റാമിൻ ഡി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചോദ്യം BSc ചോദിച്ചാണ്, അൾട്രാ വയലറ്റ് കിരണങ്ങൾ എന്തിനെയാണ് വിറ്റാമിൻ ഡി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ സ്കിന്നിനടിയിലുള്ള കൊഴുപ്പിനെയാണ്. മനസ്സിലാവണല്ലോ. ഇങ്ങനെ ഓസോൺ വാതകം പുറത്തുവിടുന്ന ഒരു സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തുളസിയാണ്. അതുപോലെ ഓസോണിന് ശോഷണം ഉണ്ടാക്കുന്ന വാതകമാണ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് നമുക്കറിയാം 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നത്. നമുക്കറിയാം ഓക്സിജൻ്റെ നിറം എന്താ? ഓക്സിജന് നിറമുണ്ടോ? ഇല്ല. കഴിഞ്ഞ VA പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ദ്രാവകാവസ്ഥയിലുള്ള ഓക്സിജൻ്റെ നിറം ചോദിച്ചു. ദ്രാവകാവസ്ഥയിലുള്ള ഓക്സിജൻ്റെ നിറം ചോദിച്ചത് എന്താണ്? ഇളം നീല നിറമാണ്. എന്താണ്? ഇളം നീല നിറം. അപ്പോൾ ദ്രാവാവസ്ഥയിലുള്ള ഓക്സിജൻ്റെ നിറമെന്നോ ഖരാവസ്ഥയിലുള്ള ഓക്സിജൻ്റെ നിറമെന്ന് ചോദിച്ചാൽ എന്താണ്? ഇളം നീലം. അതുപോലെ തന്നെയാണ് ഈ ഓസോണിൻ്റെ നിറം ചോദിച്ചാലും എന്ത് തന്നെയാണ്? ഇളം നീല നിറമാണ്. ഓസോണിൻ്റെ നിറം ചോദിച്ചാലും എന്ത് തന്നെയാണ്? ഇളം നീല നിറമാണ്. അതാണ്ടേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി നമ്മൾ പറയണം. ഭൂമിയുടെ രക്ഷാകവചം എന്നറിയപ്പെടുന്നു. എന്താണ്? ഭൂമിയുടെ രക്ഷാകവചം എന്നറിയപ്പെടുന്ന പാളിയാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ പാളി തകരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നതാണ്. അന്റാർട്ടിക്കയിലെ ഹാലി ബേ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വികസിത രാജ്യങ്ങളെ അമേരിക്കയും ചൈനയൊക്കെ ഈ വേസ്റ്റുകൾ കൊണ്ട് നിക്ഷേപിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ CFC എന്ന് പറയുന്ന വാതകം കൂടിയിട്ടാണ് ഈ പറയുന്ന അന്റാർട്ടിക്കയിലെ ഹാലി ബേ എന്ന് പറയുന്ന സ്ഥലത്ത് ഹോള് വീണത്. അപ്പോൾ ഈ അവിടെ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നോ CFC എന്ന് പറയുന്ന ഒരു വാതകം ഉണ്ടായതുകൊണ്ടാണ് എന്താണ് ഈ ഓസോണിന് ഹാനികരമായിട്ട്. അപ്പോൾ ഈ ക്ലോറോ ഫ്ലൂറോ കാർബണിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാനികരമായിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ക്ലോറിനാണ്. നമ്മുടെ എന്താണ് ഓസോണിന് ഏറ്റവും കൂടുതൽ ഹാനികരമായിട്ടുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ക്ലോറിനാണ്. ക്ലോറിൻ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കാൾ ഷീലയാണ്. ആരാണ്? കാൾ ഷീലയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓസോണുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മിസോസ്ഫിയർ. അതാണ് മിസോസ്ഫിയർ ആണ്. നമുക്കറിയാം ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ, അടുത്ത സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലാണ് എന്ത്? മിസോസ്ഫിയർ. അപ്പോൾ ചോദ്യം ഇതാണ്, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണെന്ന് ചോദിച്ചാൽ മിസോസ്ഫിയർ ആണ്. നേർത്ത വാതകങ്ങൾ വഹിക്കുന്ന പാളി. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ മിസോസ്ഫിയർ ആണ്. നേർത്ത വാതകങ്ങൾ എന്താണ് വഹിക്കുന്ന പാളി എന്ന് ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ ആകുമ്പോൾ താപനില കുറയുന്നു, സ്ട്രാറ്റോസ്ഫിയർ ആകുമ്പോൾ താപനില കൂടുന്നു, ഉയരം കൂടുന്നതനുസരിച്ച്. മിസോസ്ഫിയർ ആകുമ്പോൾ താപനില കുറയുന്നു. അതാണ് ഇവിടെ ചോദ്യമുണ്ട്, ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് രേഖപ്പെടുത്തുന്ന പാളി, ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ മിസോസ്ഫിയർ ആണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, നമ്മുടെ സ്കൂൾ പുസ്തകങ്ങളിലൊക്കെ ഹൈലൈറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഉൽക്കകളുടെ ശ്മശാനം. എന്താണ്? ഉൽക്കകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഉൽക്കകളെല്ലാം ഈ മിസോസ്ഫിയറിൽ വെച്ച് കർഷണത്തിൻ്റെ ഫലമായിട്ട് ഇത് നശിച്ചു പോകുന്നു. അപ്പോൾ ഉൽക്കകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ ഭാഗം എന്ന് ചോദിച്ചാൽ ഏതാണ്? മിസോസ്ഫിയറിലാണ്. മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് മിസോപാസ്. എന്താണ്? മിസോപാസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു പോയിൻ്റാണ്, ഉയരം കൂടുമ്പോൾ താപനില കുറയുന്നു. മിസോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ താപനില കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് തെർമോസ്ഫിയർ ആണ്. എന്താണ്? തെർമോസ്ഫിയർ ആണ്. അതായത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, താപനില ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളി. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുമ്പോൾ താപനില കുറയുന്നു, സ്ട്രാറ്റോസ്ഫിയർ താപനില കൂടുന്നു, മിസോസ്ഫിയർ താപനില കുറയുന്നു. തെർമോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? താപനില വീണ്ടും കൂടുന്നു. തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ് എന്ത്? അയണോസ്ഫിയർ. അല്ലെങ്കിൽ അയണോസ്ഫിയർ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയറിലാണ്. ഉയരം കൂടുമ്പോൾ എന്താണ്? താപനില കൂടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയറിലാണ്. ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയറിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അയണോസ്ഫിയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ചോദ്യമാണ്, ചാർജ് വഹിക്കുന്ന വാതകങ്ങളുടെ സാന്നിധ്യമുള്ള ഭാഗം. ഇങ്ങനെ ചോദ്യം VO പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രേഷണത്തിന് സഹായിക്കുന്ന അന്തരീക്ഷ പാളി അല്ലെങ്കിൽ
ഭാഗം ഏതാണെന്ന് ചോദിച്ചു. ഏതാണ്? അയണോസ്ഫിയറാണ്. അതുപോലെ തന്നെ റേഡിയോ, ടെലിവിഷൻ അങ്ങനെയുള്ള പരിപാടികളുടെ എല്ലാം പ്രേക്ഷണത്തിന് സഹായിക്കുന്നതാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ തെർമോസ്ഫിയറിൻ്റെ തന്നെ ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റേഡിയോ, ടെലിവിഷൻ സംപ്രേഷണ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് അയണോസ്ഫിയറിലൂടെയാണ്. ഉപഗ്രഹ വാർത്താവിനിമയം സാധ്യമാകുന്ന അന്തരീക്ഷപാളിയും അയണോസ്ഫിയറാണ്. ഉപഗ്രഹ വാർത്താവിനിമയം സാധ്യമാകുന്ന അന്തരീക്ഷപാളി ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, അയണോസ്ഫിയറാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എക്സോസ്ഫിയർ ആണ്. ഏറ്റവും മുകളിലത്തെ പാളിയാണ്. ഏറ്റവും മുകളിൽ കാണുന്ന അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന പാളിയാണ് തെർമോസ്ഫിയറിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്നു. എവിടെ സ്ഥിതി ചെയ്യുന്നു? തെർമോസ്ഫിയറിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി ഏതാണെന്ന് ചോദിച്ചാൽ എക്സോസ്ഫിയറാണ്. അപ്പോൾ നമ്മൾ ട്രോപ്പോസ്ഫിയർ പഠിച്ചു, സ്ട്രാറ്റോസ്ഫിയർ പഠിച്ചു, മിസോസ്ഫിയർ പഠിച്ചു, അതുപോലെ തന്നെ അയണോസ്ഫിയർ പഠിച്ചു, എക്സോസ്ഫിയർ പഠിച്ചു. അപ്പോൾ ഏറ്റവും ഉയർന്ന താപനില എവിടെയാണെന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയറാണ്. ഏറ്റവും താഴ്ന്നതെന്ന് ചോദിച്ചാൽ മിസോസ്ഫിയറാണ്. ഉൾക്കകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന മിസോസ്ഫിയറാണ്. ജീവജാലങ്ങൾ കാണപ്പെടുന്ന ട്രോപ്പോസ്ഫിയറാണ്. അതുപോലെ തന്നെ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് യോഗ്യമായിട്ടുള്ളത് സ്ട്രാറ്റോസ്ഫിയറാണ്. ജീവജാലങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ്? ട്രോപ്പോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രേഷണത്തിന് സഹായിക്കുന്നത് ചോദിച്ചാൽ അയണോസ്ഫിയറാണ്. ഇതെല്ലാം BSc ചോദിച്ചു. അതുപോലെ തന്നെ ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷപാളി എവിടെയാണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറാണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകം ചോദിച്ചാൽ CFC ആണ്. അതുപോലെ തന്നെ ഓസോൺ വാതകം കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഷോൺബീനും ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയിസിനും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ.